ഫാദർ സിജു കൊമ്പൻ. തൃശൂർ ജില്ലയിലെ ചന്ദ്രംപിന്നിയിൽ 1981 ജനിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം. ആലുവ മംഗളപ്പുഴയിൽ സെന്റ് ജോസഫ് പോണ്ടിഫിഷ്യൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം. പൂനെ JDVPയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദാനന്ദ ബിരുദം. 2006 ഡിസംബർ 26 അദ്ദേഹം വൈദികനായി ദൈവിക ജീവിതത്തിലേക്ക് കടന്നു. ചാലക്കുടി ഫെറോനായ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയും മാള അഷ്ടവിച്ചിറ ബാലഭവന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. കൂടാതെ മതിലകം സെന്റ് ജോസഫ് ചർച്ച്, ചെന്നൈ ഹോളി ക്രോസ് ചർച്ച് മുഖപ്പേർ എന്നിവിടങ്ങളിൽ വികാരിയായും തിരുവള്ളൂർ സാന്തോം സ്നേഹതീരത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായും ഫാദർ സിജു കൊമ്പൻ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ആവടി സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾസ് ചർച്ചിന്റെ വികാരിയായും മദ്രാസ് സർവകലാശാലയിൽ ഫിലോസഫിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായും സെന്റ് ജോസഫ് പോണ്ടിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് ടെക്നോളജിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഫാദർ സിജു കൊമ്പനെ അഖില ലോക മർത്തമറിയം വനിതാ സമാജത്തിന്റെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുപ്രഭാതം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാരുണ്യവാനായ കർത്താവേ, സമൂഹത്തെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വചനം തന്നെയായ അങ്ങ് സ്വയം വെളിപ്പെടുത്തി തരുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ വഴി നടത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എന്നെപ്പോഴും ആദ്യസ്ഥമായിരിക്കണം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഇപ്പൊ നോക്കിയിട്ട് എനിക്ക് എല്ലാവരെയും അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നു. ഒരുവിധ മുഖങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. നല്ല പിടിച്ചായതിന്റെ പേരിൽ കുറെ കാണുന്നില്ല. എന്തായാലും നിങ്ങൾ രാവിലെ ഫ്രഷായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഇതിന്റെ സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇങ്ങനെ ഒരു വലിയ ഒരു സെഷൻ അതൊരു അമ്മമാർക്ക് വേണ്ടി മാത്രം മദ്രാസ് പോലുള്ള ഒരു സ്ഥലത്ത് വയ്ക്കാനായിട്ട് ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു സമൂഹം ധൈര്യപ്പെടുന്നു. അഥവാ ധൈര്യപ്പെട്ടാൽ പോലും ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഇത്ര വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കും. ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും എലഗന്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. സോ എലഗന്റ്, ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി ഹിയർ. ഇവിടെ ഇങ്ങനൊരു സദസ്സിൽ എന്തെങ്കിലും രണ്ട് വാക്ക് അതും കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നു എന്നത് ഒരു അവസരം കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നിറച്ച ആളുകൾ, വളരെ കുറച്ച് കസേരകളെ ഒഴിവുള്ളൂ. അതൊരു പക്ഷേ രാവിലെ കഴിച്ച കട്ടൻ ചായ ബന്ധപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും കുഴപ്പമില്ല. സ്വാഭാവികമാണ്. എവിടെ എന്ത് പ്രോഗ്രാം നടത്തിയാലും ചില കാര്യങ്ങൾ പെട്ടു അയച്ചോളൂ. അച്ഛനോട് നിന്ന് ലേഖനങ്ങളുണ്ടായിരുന്നു, പുറകിലുള്ളവർ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പൂടെ എന്നുള്ളതായിരുന്നു. ഇന്നലെ അജിത്തും ജിജിയച്ചനൊക്കെ കൃത്യമായ നിർദ്ദേശം നടത്തിയിരുന്നു, ഇന്ന പോലെ തിരിഞ്ഞാൽ മതി. അപ്പൊ ആളുകളോട് ചോദിക്കുന്നതിന് പകരം ഗൂഗിളിനോട് ചോദിച്ചു വരാമെന്ന് ഞാൻ വിചാരിച്ചു. ഗൂഗിൾ മാപ്പ് ചോദിച്ചു വരാമല്ലോ. അപ്പൊ അതാണെങ്കിൽ അജിത്ത് ഞങ്ങളൊക്കെ ഒരു ട്രെൻഡി യൂത്ത് ആയതിന്റെ പേരില് അജി എന്റെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ എന്തായാലും ഗൂഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റിന്റെ മുന്നിൽ കൊണ്ടുകൊടുത്ത് പറഞ്ഞു. കൃത്യമായിരുന്നു. ഞാൻ ഓരോരുത്തരും ഗൂഗിൾ ഉപയോഗിച്ചിട്ട് അവിടെ വഴിയിലേക്ക് അറിയാം. അവിടെ എത്തിയപ്പോൾ ഗൂഗിളിൽ കറക്റ്റ് ഞാൻ കൊടുത്തു. കല്യാണം മണ്ഡപം, ഈ മാരേജ് പാലസ്. നമ്മളവിടെ പോകുന്ന കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ടേൺ ലെഫ്റ്റ്. പക്ഷെ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി, നല്ല ആക്സിഡന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അത് കുറച്ചും കൂടി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ റീറൂട്ട് ചെയ്തു. ചുറ്റിക്കറങ്ങുന്ന സ്ഥലത്തേക്ക് കഴിയുമ്പോൾ ടേൺ റൈറ്റ്, ഗോ സ്ട്രൈറ്റ് 500 meters you will be closer to the destination. Fine. ഞാൻ ഡ്രൈവ് ചെയ്തു. ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എന്റെ ഇത്രയും വലിയ കല്യാണം കൊണ്ട് കൂടെയാണ് വെച്ചാൽ അതിന്റെ ചെന്നൈയില്ല വേറെ അവിടെ വയ്ക്കാൻ
ഡ്രൈവ് ചെയ്ത് ഞാൻ മുന്നിൽ കുറിച്ച് ആവണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും പോകാനില്ല. അല്ല ഇനി അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി നന്നായി ഇതെല്ലാം പുറത്ത് സൈഡിലേക്ക് പറയണം. ഞാനവിടെ നിന്ന് നോക്കണം, ആത്മാക്കളെ പോകുന്ന കാണാനില്ല. ശവക്കൊട്ടയാണ് നല്ല ആത്മാക്കളെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇത് ശവക്കൊട്ടയാണ് കഥ. ഇതിന്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഓക്കെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവിടെയുള്ള ആളുകളോട് വഴി ചോദിച്ചാണ് അതുകൊണ്ട് വൈകുന്നത്. പലപ്പോഴും യന്ത്രം തോന്നുന്നത് മനുഷ്യന് മാത്രമേ വിജയിക്കാറുള്ളൂ. കാരണം മനുഷ്യൻ ബേസിക്കലി കർത്താവ് സൃഷ്ടിച്ച് ചിലപ്പോൾ യന്ത്രങ്ങൾ നമ്മളെ പറ്റിക്കും. ഇന്ന് നമ്മുടെ ഈ ഒരു വിഷയം എന്താണെന്ന് ജിജിനോട് ചോദിച്ച അച്ഛനെ അടുത്ത് പറഞ്ഞത് ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ, ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. ഇതിനെ കുറിച്ചാണ് ഒരു ബൈബിൾ സ്റ്റഡി നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ആയിരിക്കുന്ന സംശയമുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവാണ് മോഡൽ എന്നുള്ള കാര്യം. ക്രിസ്തു മോഡൽ അല്ലായിരുന്നെങ്കിൽ ഇത്രയധികം ക്രിസ്ത്യാനികൾ ഉണ്ടാവില്ലായിരുന്നല്ലോ. നമ്മുടെ യാക്കോബായാണോ, കാത്തലിക്സ് ആണോ, പ്രൊട്ടസ്റ്റന്റ്സ് ആണോ, പെന്റക്കോസ്റ്റൽസ് ആണോ, we all those denominations basically we believe Jesus Christ. ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നമ്മൾ വിളിക്കപ്പെടും. അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ക്രിസ്ത്യാനികളാണ് വിളിക്കപ്പെടാനുള്ള സിംഗിൾ റീസൺ ഈ such a great model to be imitated. അനുകരിക്കാൻ പറ്റുന്ന അത്രയും മഹത്തായ ഒരു മാതൃക കർത്താവ് ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളെ വിളിക്കപ്പെടുന്നത്. It's beyond dispute. എല്ലാ സംശയങ്ങൾക്കും അതീതമാണ് കർത്താവ് പൂർണ്ണമായും അനുകരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇത്രയും ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ നടത്തുന്ന ഈ ഒരു സെഷൻസിന് ഇത്രയും സെഷൻസ് നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഏത് ക്രിസ്ത്യാനി ഒരു 4 or 5 വയസ്സായി സംസാരിക്കാൻ നന്നായി സംസാരിക്കാൻ തുടങ്ങി ഏത് കൊച്ചു കുഞ്ഞിനോട് ക്രിസ്തു മാതൃകയാണെന്ന് ഒരു സംശയമില്ലാതെ പറയും ക്രിസ്തു മാതൃകയാണ്. ഇറ്റ്സ് ബിയോണ്ട് ഡിസ്പ്യൂട്ട്. സംശയങ്ങൾക്ക് അതീതമാണ്. പിന്നെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പത്രോസ്ലീഹായുടെ ലേഖനത്തിനെ അടിസ്ഥാനമാക്കി ക്രിസ്തുവാണ് നമ്മുടെ മാതൃക എന്നൊരു വാക്യം ഈ ശ്രേഷ്ഠരായ വൈദികർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത്? ക്രിസ്തു മാതൃകയാണോ അല്ലയോ എന്നത് തർക്കിച്ച് തീരുമാനിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ക്രിസ്തു എങ്ങനെയൊക്കെ മാതൃകയായിരിക്കുമെന്ന് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ക്രിസ്തു മാതൃകയാണോ അല്ലയോ എന്ന് തർക്കങ്ങളിലൂടെ തീരുമാനിക്കുകയല്ല നമ്മുടെ വിഷയം. കാരണം അത് തർക്കങ്ങൾക്ക് അതീതമാണ്. ക്രിസ്തു മാതൃകയാണ് എന്നത് ഒരാളെ സംശയിക്കാത്ത കാര്യമാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും പോലും ക്രിസ്തു ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാതൃകയാണെന്ന് സമ്മതിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാതൃകയാണെന്ന് സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മറ്റു മതസ്ഥർ പറയുന്നു ക്രിസ്തു ഒരുപാട് കാര്യങ്ങളിൽ മാതൃകയാണ്. സോ our point of discussion is not whether Christ is a model or not. ക്രിസ്തു മാതൃകയാണോ അല്ലയോ എന്നതല്ല നമ്മുടെ ഡിസ്കഷൻ, അതല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച ക്രിസ്തു എങ്ങനെയാണ് ഒരു മാതൃകയായിരിക്കുന്നത് എന്നാണ്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതൊക്കെ തരത്തിലാണ് ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത്? അതിനെന്തെങ്കിലും ബിബ്ലിക്കൽ എവിഡൻസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവാണ് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് അരമണിക്കൂർ സമയമുണ്ടോ? ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മഹാ ഇതിഹാസമാണ്. ഒരു മഹാ ഇതിഹാസം. ഈ ഇതിഹാസത്തിനെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടെത്താനൊന്നും പറ്റില്ല. സോ നമ്മൾ വളരെ കൃത്യമായ ചില പോയിന്റുകൾ എടുക്കും. എൻ്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ അമ്മമാരൊക്കെ വളരെ നല്ലവരാണ്, വളരെ പ്രാർത്ഥിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. ആ ചിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം എൻ്റെ അപ്പച്ചനും സിനിമയും പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുറെ അമ്മമാരുണ്ട്, അവരോട് കുറച്ച് നേരം സംസാരിക്കുന്നത്, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ് അപ്പോൾ അടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു ഉള്ളതാണ്. ബൈബിൾ കൊണ്ടുവന്നു എനിക്ക് ഇത്രയധികം അമ്മമാര് ബൈബിൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബൈബിൾ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഞാനൊരു കത്തോലിക്ക വൈദികനായിക്കൊണ്ട് ഇതിനെ ഇവിടെ നടക്കുന്ന ഒരു പരിപാടികളെ കുറിച്ചൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തൊരു ഇമേജ് കണ്ടിട്ടെന്ന് വെച്ചിട്ട് അതിന് പറഞ്ഞതായിരിക്കും. എല്ലാവർക്കും കയ്യിൽ ബൈബിൾ ഉണ്ടാവുക വെച്ചാൽ അവർക്ക് കോൺഗ്രസ് മോഡൽ കൊടുക്കും, മൈക്ക് കൊടുക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ നിരയിലിരിക്കുന്നത് 4 പേരുടെ ബൈബിൾ കിടക്കാം. ഏത് സെഷൻ വിളിച്ചാലും 4, 5, 10 ആത്മാക്കൾ പൊതുവേ ഉണ്ടാവും. അവര് ബൈബിൾ കൊണ്ട് അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ക്രിസ്തുവാണ് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്രൈസ്റ്റ് ജീസസ്
Jesus Christ is the perfect model to understand the Godhead. ദൈവം എന്ന വ്യക്തി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാതൃക, the perfect model, the archetype to understand the concept of God is Jesus Christ. ക്രിസ്തുവാണ് ദൈവത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കാനുള്ള മോഡൽ. ഇതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ക്രിസ്തു ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് മാതൃകയായിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ അരമണിക്കൂർ കൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവം ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ മുമ്പിലെ മാതൃകയാണ് ക്രിസ്തു. ഇതിന് നമ്മൾ കണ്ടെത്തുന്നത് വിശുദ്ധഗ്രന്ഥത്തിലെ ഒരു എവിഡൻസിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ആരെങ്കിലും വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ഒരു മിനിറ്റ്, ഈ ഭാഗ്യം ഗോപുരത്തിൽ കണ്ടോ? അതല്ലേ എല്ലാവരും വെച്ച് പാടുണ്ടാക്കുക. ഒരാള് ഉഷാറായിട്ടുള്ള ആളാണ് കൈവരി. ആ മുസ്ലിം മൈക്ക് വായിച്ചു ബാക്കി കഴിഞ്ഞാൽ മൈക്കോട് വരും. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവിനെ മടിപ്പിച്ചിട്ടില്ല, ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഞാൻ വായിക്കാനേ പറഞ്ഞുള്ളൂ. അതിനൊക്കെ മ്യൂസിക്കിന്റെ അകമ്പടി വേണ്ടത് ബട്ട് എക്സലന്റ് റീഡിംഗ്, നന്നായിട്ട് വായിച്ചു. ഓക്കെ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അതാണ് ഫസ്റ്റ് സെന്റൻസ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ക്രിസ്തുവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? യോഹന്നാന്റേതാണ് സുവിശേഷം. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, the Gospel of John may be considered as the most complicated passage. യോഹന്നാന്റെ സുവിശേഷമാണ് 4 സുവിശേഷങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പഠിക്കാൻ. കാരണം it's highly theological. It's highly theological. The classical Greek language is being used there. ഗ്രീക്ക് ഭാഷയിലെ ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള ഗ്രീക്ക് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെയധികം ദൈവശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സുവിശേഷമാണ്. നമ്മുടെ വ്യാഖ്യാനത്തിന് പൊതുവെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സുവിശേഷമായിട്ട് കണക്കാക്കപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. ആ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായം, അതിനെ സുവിശേഷകന്മാർ വിളിക്കുന്നത് പ്രോഡക്റ്റ് എന്നാണ്. മൊത്തം സുവിശേഷങ്ങളുള്ള പ്രാരംഭമാണ് ഈ ആദ്യത്തെ അധ്യായം. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇറ്റ്സ് എ പ്രോഡക്റ്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രനാണ്, ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. സെന്റൻസ് വളരെ ക്ലിയർ അല്ലേ? നിങ്ങൾ ആരും ഓർമ്മ. ഓക്കെ, അപ്പൊ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കാം, മോശം കണ്ടത് ദൈവത്തെ അല്ലേ? ഇത് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, അധ്യായം 1. ഈ യോഹന്നാന്റെ സുവിശേഷം വരെ വേറെ 46 പുസ്തകങ്ങളുണ്ട്. സുവിശേഷം പുതിയ നിയമത്തിലെയാണ്. ഈ പുതിയ നിയമം എത്തുന്നത് വരെ നമുക്ക് പഴയ നിയമത്തിലെ 46 പുസ്തകമുണ്ട്. അവിടെയൊക്കെ ദൈവം വന്നിട്ടുണ്ട്. യോഹന്നാന്റെ പുസ്തകം പറയുന്നത് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. അബ്രഹാം കണ്ടത് ദൈവത്തെ അല്ലേ? മോശ കണ്ടത് ദൈവത്തെ അല്ലേ? വളരെ നിങ്ങളുടെ മുകളിലേക്ക് വായിക്കുന്നുണ്ടായി. അവിടെ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് പലരുടെയും കൂടെ പറയുന്നത്. അന്ന് അവിടെ ദൈവത്തെ കണ്ടിട്ടില്ല. കണ്ടുകൊണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല. വളരെ അങ്ങനെ കണ്ടാൽ മരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ പറഞ്ഞത് ഏകജാതനായ ക്രിസ്തുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ മുമ്പുണ്ടായിരുന്ന വെളിപ്പാടല്ലേ? മോശയ്ക്കുണ്ടായിരുന്ന ദൈവിക വെളിപ്പാടല്ലേ? അബ്രഹാമിനല്ലേ? ഏലിയ പ്രവാചകനല്ലേ? ദാവീദിനും സോളമനും പഴയ നിയമ ചരിത്രം അബ്രഹാം തൊട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്ന നിമിഷം തൊട്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന്റെ അവസാന വാക്യം വരെ മുഴുവൻ ദൈവ വെളിപ്പാട് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ലെന്നും ക്രിസ്തു മാത്രമാണ് ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത്? ക്രിസ്തു ദൈവപുത്രനായത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയണേ, എന്റെ ഭാഷ ക്രിസ്തു ഭാഷയാണ്. ആദ്യമായിട്ട് കഴിയാം എനിക്ക് മനസ്സിലായില്ല, കുഴപ്പമുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ക്രിസ്തു അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ പുസ്തകങ്ങളുടെ കാര്യമുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ ഇത് പറയുന്നതിന് ഞങ്ങളൊക്കെ പഠിച്ചത്, മക്കളൊക്കെ പഠിച്ചത് നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞതല്ലേ? ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വെളിപാടിന്റെ പെർഫെക്ഷൻ? സിമ്പിൾ റീസൺ, ഹി ഈസ് ഗോഡ്.
is son of God. മുൻപുണ്ടായ വെളിപ്പെടുത്തൽ അല്ല എന്നല്ല അതിന്റെ അർത്ഥം. പൂർണ്ണമായ വെളിപ്പെടുത്തൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് വന്നത്. ഒരുപാട് രൂപങ്ങൾ വഴങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരുമായിട്ട് ഒരു വാദപ്രതിവാദം, ഒരു മത്സരം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ലേ? ബാലിന്റെ പ്രവാചകന്മാരുമായിട്ട് ഒരു മത്സരം വെച്ചു, കാളക്കുട്ടിയെ കൊന്നു, ബലിയർപ്പിക്കാനായി വെച്ചു, തീ തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്കൊടുവിൽ അഗ്നി ഇറങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ഏലിയ എന്താണ് ചെയ്തത്? ബാലിന്റെ 143 പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞു. 143 വരെ ഓക്കെ അടികളാണ്. ഇത് ജസ്റ്റിഫൈബിൾ ആണ്. ദൈവം പറഞ്ഞാണ് ദൈവം 143 പ്രവാചകന്മാരെ കൊന്നു. ജെറിക്കോ പറഞ്ഞ ആക്രമിച്ച് കീഴടങ്ങി വയനാട്ടിൽ എല്ലാം പോയി കത്തിച്ചു. ദൈവം പറഞ്ഞ any idea? No idea. Get the idea. No idea. Should get idea. Okay. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പഴയ നിയമത്തിലെ ബിബ്ലിക്കൽ പാസേജ്? ഇതിനെ ഇന്റർപ്രിട്ടേഷൻ ഹെർമെനൂട്ടിക്സ്, ബിബ്ലിക്കൽ ഹെർമെനൂട്ടിക്സ് വിളിക്കുന്നത്, അത് ബൈബിൾ വ്യാഖ്യാതാക്കൾ വിളിക്കുന്നത് the dark passages of the scripture എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇരുണ്ട ഭാഗങ്ങൾ, വ്യാഖ്യാനിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഗം. യഥാർത്ഥത്തിൽ ഇതൊരു ഗ്രോത്താണ്. It's a sort of development. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ പഴയ നിയമത്തിന്റെ ഓരോ അധ്യായത്തിലും ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതികളിൽ വ്യത്യാസം വരുന്നു. ദൈവത്തിന് വ്യത്യാസം വരുന്നില്ല, ദൈവത്തിന് വ്യത്യാസം വരുന്നില്ല. ദൈവം അനാദി മുതലേ ഏകനാണ്, പരിശുദ്ധ തൃത്വമാണ്, അവിടത്തേക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ ദൈവം എന്ന യാഥാർത്ഥ്യത്തെ, not the concept of God but the reality God, ദൈവം എന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ കാണുന്നത്. അതെങ്ങനെ ആരംഭിച്ച് ആദ്യം ദൈവത്തെ ഇങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ ഒരാളായിട്ട്, ഗോത്രപിതാവായി, രാജാവായി ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഓരോ സമയത്തും അതനുസരിച്ചാണ് ആളുകൾ പെരുമാറിക്കൊണ്ടിരുന്നത്. ദൈവത്തെ രാജാവായി കണക്കാക്കിയിരുന്ന കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം മുതൽ പ്രവാചകന്മാരുടെ അവസാനത്തെ കാലഘട്ടം വരെ. അതായത് ബാബിലോൺ പ്രവാസിമാരുടെ കാലം BC 587 വരെയുള്ള കാലഘട്ടം. ദൈവത്തെ അവർ കണ്ടിരുന്നത് സൈന്യങ്ങളുടെ കർത്താവ്. ഇഷ്ടപ്രകാരം ബൈബിളിലാണ് പ്രയോഗം കാണുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ അവർ രാജാവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ കണ്ടുകൊടുക്കുമ്പോഴും ദൈവത്തെ രാജാവായി കാണുന്നത് വലിയ അപകടം എന്ന് പറയുന്നത്, ഒരു രാജ്യം വേറൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യും, തോറ്റാൽ എന്ത് ചെയ്യും? അവർക്ക് കൊന്നുകളെ. കാരണം ദൈവം രാജാവാണ്. ഇങ്ങനെ ദൈവത്തെ രാജാവായി, ദൈവത്തെ ഗോത്രപിതാവായി മനസ്സിലാക്കിയിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിൽ നിന്ന് ദൈവത്തെ പിതാവായി തിരിച്ചറിയുന്നതിലേക്കാണ് ക്രിസ്തു നയിച്ചത്. അതാണ് വ്യത്യാസം. ദൈവത്തെ പല രീതികളിൽ മനസ്സിലാക്കുന്ന പഴയ നിയമ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി, തീർത്തും വ്യത്യസ്തമായി. എക്സ്ക്യൂസ് മീ, സാധാരണ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറില്ലേ, അച്ഛമ്മ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചു വന്നു, ഇപ്പം നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിച്ചു. ഇത്രയധികം ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊണ്ട വരണ്ടു പോയി. എന്ത് ചെയ്യാൻ പറ്റും, ചെറുതല്ലേ, തീരെ കുഞ്ഞല്ലേ, ഓക്കെ ലീവ് ഇറ്റ്. അതുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വന്നതാണ്, അതേ പോട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു ഗോത്രപിതാവ്, ഒരു നേതാവ്, ഒരു രാജാവ്, സൈന്യാധിപൻ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്നതിൻ്റെ ക്ലൈമാക്സിൽ പുത്രൻ തമ്പുരാൻ, അമ്മച്ചി പറഞ്ഞതുപോലെ പുത്രൻ തമ്പുരാൻ തന്നെ നേരിട്ട് വന്ന്, ദൈവപുത്രൻ തന്നെ നേരിട്ട് വന്ന് നമ്മളോട് പറഞ്ഞു, ഇതൊന്നുമല്ല ദൈവം. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നതൊക്കെ ഈ ഒരു ജൈനന്മാരുടെ കഥ കേട്ടിട്ടില്ലേ? ജൈനന്മാരുടെ കഥ, ആനേനെ കാണാൻ 5 കുരുടന്മാർ പോയത്. അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്ക് പോയാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ വലിച്ചെറിയും. കാരണം എന്നോടൊരു 16 പ്രാവശ്യം ഞാൻ ചെറുതായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അമ്മമാരാണ് നിങ്ങൾ പൊതുവേ 5-6 കഥയെ പഠിക്കുള്ളൂ. കൊച്ചിന് 15 വയസ്സ് തികയുന്ന വരെ ഈ 6 കഥ 66 പ്രാവശ്യം പറയും. അപ്പം അതിൻ്റെ പേരിൽ ഈ 5 കുരുടന്മാർ കൂടി ഒരു ആനയെ കാണാൻ പോയ കഥ എന്നോടൊരു 10-66 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോട്ട് 5 പേര് ചെന്നു. ഒരാൾ പറഞ്ഞു ആനയുടെ കണ്ണ് കാണാത്ത ആളായിരുന്നു, ആനയെ പോയി തപ്പി നോക്കി. ആന എന്ന് പറയുന്നത് പന പോലെയാണെന്ന് പറഞ്ഞു. ആനയുടെ കാലാണ് പിടിച്ചത്. വാല് പിടിച്ചവൻ പറഞ്ഞു ആന ചൂല് പോലെയാണ്. തുമ്പിക്കൈ പിടിച്ചവൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് എല്ലാവരും 5 കുരുടന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഒപ്പിച്ചെടുക്കണ്ടേ? ഇത് സത്യത്തിൽ ജൈനന്മാരുടെ ഒരു കഥയാണ്, ജൈന വിശ്വാസികളുടെ, അവരുടെ വലിയൊരു ഫിലോസഫി പഠിപ്പിക്കുന്ന കഥയാണ്. അതുകൊണ്ട്
5 പേരും ആനയെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ലേ? 5 പേരും ആനയെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ലേ? ചെവീനെ പിടിച്ചവൻ മുറം പോലെയാണെന്നും കാല് പിടിച്ചവൻ പന പോലെയാണെന്നും വാല് പിടിച്ചവൻ ചൂല് പോലെയാണെന്നും പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ? ശരിയാണോ അല്ലേ? യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയരുത്. അപ്പൊ യെസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഇതൊന്നും പൂർണ്ണമല്ല. ക്ലിയർ? ഒക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒക്കെ ശരിയാണ്, പക്ഷെ ഒന്നും പൂർണ്ണമല്ല. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള വളർച്ച. പഴയ നിയമ പ്രവാചകന്മാരിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ വന്ന വളർച്ച ഇത്രയേ ഉള്ളൂ. പഴയ നിയമത്തിൽ പറഞ്ഞ ദൈവസങ്കല്പങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ അപൂർണമാണ്. പൂർണ്ണമായ ദൈവത്തിന്റെ ചിത്രം വെളിപ്പെടുത്തി തന്നത് പുത്രൻ തമ്പുരാനായ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ക്രിസ്തുവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഒന്നാമത്തെ മോഡൽ ജീസസ് ക്രൈസ്റ്റ്, primarily we can say that Jesus Christ is the model to understand God the Father. പിതാവായ ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള മാതൃകയാണ് ക്രിസ്തു. നമ്മുടെ ലോജിക് നമ്മൾ മറക്കരുത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വീക്കൻസ് ഇതാണ്, why Christ is a model and how Christ is a model. ക്രിസ്തു മോഡലാണ്, ഇറ്റ്സ് ബിയോണ്ട് ഡിസ്പ്യൂട്ട്, സംശയമില്ലാത്ത തർക്കരഹിതമായ കാര്യമാണ്. എങ്ങനെയാണ് അവിടുന്ന് മാതൃകയായിരിക്കുന്നത്? ഒന്ന്, പിതാവായ ദൈവത്തെ മനസ്സിലാക്കാനുള്ള മാതൃകയാണ് ക്രിസ്തു. ഓക്കെ, ഇനി അടുത്ത ഒരു ബൈബിൾ വചന ഭാഗം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 21-22 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം അധ്യായം 26, 21, 22 വാക്യങ്ങൾ. ഓക്കെ, വചനം ഇതാണ്. അവൻ അത്താഴത്തിനിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കർത്താവേ അത് ഞാനാണോ എന്ന് പരസ്പരം തർക്കിച്ചു. അവർ ചോദിച്ചുകൊണ്ടിരുന്നു. അതായത് 12 പേരിരിക്കണു, കർത്താവ് ഇരിക്കണു. ഈ 12 പേരും കർത്താവ് ഇരിക്കുന്നിടത്ത് കർത്താവ് പറയുന്നു നിങ്ങളിൽ ഒരാൾ ഇന്ന് എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ അവർ പരസ്പരം ചോദിച്ചു, അത് ഞാനാണോ? ഈ കാര്യവും കർത്താവ് ഒരു മാതൃകയാവുന്നതും തമ്മിൽ എന്താ ബന്ധം? ഈ ഒരു വചനഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവാണ് വ്യക്തിബന്ധങ്ങളെ മനസ്സിലാക്കാൻ, വ്യക്തിബന്ധങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല മാതൃക. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബെസ്റ്റ് മോഡൽ ഫോർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. വ്യക്തിബന്ധങ്ങൾ, അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മുടെ വർക്കിംഗ് പ്ലേസിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൊച്ചു കൊച്ചു മേഖലകളിൽ എവിടെയായാലും വ്യക്തിബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, സഭയിലായാലും സമൂഹത്തിലായാലും വ്യക്തിബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ല മാതൃകയാണ് ക്രിസ്തു. നല്ല സമയക്കാരനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മുടിയനായ പുത്രൻ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. ഇത് ഏത് സുവിശേഷത്തിന്റെ കാര്യം പറയാം? ഓക്കെ, പ്രശ്നമാക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം, പിന്നൊന്ന് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. ഒന്ന് നല്ല സമയക്കാരന്റെ കഥയും, 2 ധനവാന്റെ ലാസറിന്റെ കഥയാണ്. അത് ഇറ്റ്സ് എ വെരി കോമൺ പാസേജ്, അതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. നല്ല സമയക്കാരന്റെ കഥയിലൂടെ കർത്താവ് ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകി. നമ്മളിവിടെ കാണുന്നത് ജീസസ് ഈസ് ദ മോഡൽ ഫോർ അവർ സോഷ്യൽ വർക്ക് എന്നാണ്. നമ്മൾ 3 പോയിന്റ് കാണുന്നുള്ളൂ, ഇതോടുകൂടി കഴിയും. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടത് യേശുവാണ് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മോഡൽ. ബിക്കോസ് ഇൻ ജീസസ് ദ ഫുൾനെസ് ഓഫ് റെവലേഷൻ ഈസ് ദേർ. ക്രിസ്തുവിനാണ് പൂർണ്ണമായി വെളിപ്പെട്ടിട്ടുള്ളത്. അതാണ് പിതാവായ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മോഡൽ. ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മോഡൽ ക്രിസ്തുവാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നമ്മൾ കണ്ടത് വ്യക്തിബന്ധങ്ങൾക്ക് നമുക്ക് അനുകരിക്കാവുന്ന ഏറ്റവും നല്ല മാതൃക ക്രിസ്തുവാണ്. ഒരിക്കലും കുറ്റപ്പെടുത്താതെ തന്നെ കൊല്ലാൻ വേണ്ടി തന്റെ കൂടെ 3 വർഷമായി നടക്കുന്നവനെ പോലും ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നതാണ് വ്യക്തിബന്ധങ്ങളെ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് കർത്താവ് പറയുന്നത്. 1 ദിവസമോ 2 ദിവസമോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് ഒരു കുറ്റം നമ്മുടെ
നമ്മളൊക്കെ തലകുറിച്ച് നിൽക്കുമ്പോൾ 3 വർഷം കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി ചിന്തിച്ച് നടക്കുന്നവരെ കൊണ്ട് നടന്നിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും അവൻ വേദനിപ്പിച്ചില്ല എന്നത് ക്രിസ്തു എന്ന വ്യക്തിയുടെ മഹാത്മ്യം വളരെ പ്രകടമാകും. മൂന്നാമതായിട്ട് നമ്മുടെ സോഷ്യൽ വർക്കുകൾക്ക് നമ്മുടെ സമൂഹത്തോട് നമ്മൾ എങ്ങനെ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം കർത്താവിന്റെ പഠനങ്ങളാണ്. ഒന്ന്, നല്ല സമരക്കാരുടെ ആഡിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് ക്വസ്റ്റ്യൻ? ഏത് ചോദ്യത്തിനും മറുപടിയായിട്ടാണ് അവൻ കഥ പറഞ്ഞത്. ആരാണ് അയൽക്കാരൻ? യഹൂദമതം അത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ ബന്ധു, നിന്റെ കുലത്തിൽപ്പെട്ടവൻ, നിന്റെ ഗോത്രത്തിൽപ്പെട്ടവൻ, നിന്റെ വീടിനരികിലുള്ളവൻ നിന്റെ അയൽക്കാരൻ. Redefined it. Jesus redefined it for the first time in the history of the world. ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആചാര്യൻ ഈ ഒരു സങ്കല്പത്തെ തിരുത്തിയെഴുതി. നിന്റെ അയൽപ്പക്കത്തുള്ളവനോ, നിന്റെ ബന്ധുവോ, നിന്റെ രക്തമോ അല്ല നിന്റെ അയൽക്കാരൻ. അതിന്റെ അയൽക്കാരായിരിക്കാം, പക്ഷെ ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ആരൊക്കെ ആവശ്യത്തിൽ കഴിയുന്നു അവരൊക്കെ നിന്റെ അയൽക്കാരനാണ്. The one who is in need is your neighbor. ആവശ്യം നേരിടുന്നവനാണ് നിന്റെ അയൽക്കാരൻ. അത് നിന്റെ ശത്രുവായാൽ പോലും അവൻ നിന്റെ അയൽക്കാരനാണ്. ഒരു സമരിയക്കാരന്റെ ശത്രുവാണ് യഹൂദൻ. ആ യഹൂദൻ ഒരു ആവശ്യത്തിൽ പെട്ടുകിടക്കുമ്പോൾ അവനാണ് നിന്റെ അയൽക്കാരൻ. സോ നമ്മുടെ സമൂഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു സാമൂഹികമായ നിലപാടുകളെടുത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ആരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്? We should stretch our hands towards the needy. ആവശ്യമുള്ളവരുടെ നേരെ, ഏറ്റവും ആവശ്യമുള്ളവരുടെ നേരെ കൈനീട്ടി അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ അരികിലേക്ക് പോകാൻ. ഒന്നാമത്തേത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിനുണ്ടെങ്കിൽ ഒരു ആത്മീയത കർത്താവ് അത്രയും കൊല്ലം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ധനവാന്റെ ലാസറിന്റെ കഥ നമുക്കറിയാം. സമയക്കുറവുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ധനവാന്റെ ലാസറിന്റെ കഥ, ഒരു ദരിദ്രൻ മരിക്കുന്നു, ധനവാൻ മരിക്കുന്നു. ധനവാൻ നരകത്തിൽ പോകുന്നു, ദരിദ്രൻ അബ്രാഹത്തിന്റെ വഴിയിൽ വിശ്രമിക്കുന്നു. ധനവാൻ ചെയ്ത തെറ്റെന്തായിരുന്നു? ധനവാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനും കരുതിയിട്ട് നമ്മളൊക്കെ നല്ല വീട് പോട്ടെ, നമ്മുടെ ഈ ഹോൾ ഇന്ന് ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഈ ഹോളിന്റെ പണിക്കൽ ഒരു വ്യക്തി കംപ്ലീറ്റ് പുഴുവരിക്കുന്ന വ്രണങ്ങളുമായി, നായ നക്കുന്ന വ്രണങ്ങളുമായിട്ട് എടുത്താൽ നമ്മൾ സംഭവിക്കും. ധനവാന്റെ വീടിന്റെ പഴിവാതിൽ ഒരു ദരിദ്രൻ പുഴുവരിക്കുന്ന വ്രണങ്ങളോടെ നായകൾ വന്ന് നക്കിയിട്ട് അതുപോലെ വ്രണങ്ങളായിട്ട് എടുക്കും. ധനവാൻ അതിനെ എതിർത്തില്ല. അതാണ് നല്ല പ്രശ്നം. നമ്മൾ സംഭവിക്കും. നമ്മുടെ വീടിന്റെ പടിക്കൽ ഒരാൾ എത്ര പേര് സംഭവിക്കും? വീടിന്റെ പടിക്കൽ ഇങ്ങനെ ഒരാൾ പഴുത്ത് വെച്ച് വെച്ചാൽ നമ്മൾ സംഭവിക്കും. ധനവാൻ കൂടെ എതിർപ്പുണ്ടായില്ല. എന്നിട്ട് ധനവാൻ ശിക്ഷിക്കുന്നു. അപ്പൊ എന്താ ധനവാന്റെ കുഴപ്പം? ധനവാൻ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടിയിരുന്ന നന്മ ചെയ്തില്ല. അതല്ല പ്രശ്നം. പണ്ടുകൂടെ പറയുന്നതാണ്. കുറച്ച് മാറി എന്തായിരുന്നു ധനവാന്റെ പ്രശ്നം? നിസ്സംഗതയുടെ പാപമായിരുന്നു ധനവാന്റെ പാപം. The sin of indifference. തന്റെ പഴിവാതിൽക്കൽ ഒരു ദരിദ്രൻ അവന്റെ ശരീരത്തിൽ പുഴുവരിച്ചാൽ അവൻ മരിച്ചാൽ എന്നെ ഇത് ബാധിക്കുന്നില്ല. അതായിരുന്നു ധനവാന്റെ പ്രശ്നം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് ബാധിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഡിസ്റ്റർബ് ചെയ്തിരുന്നെങ്കിൽ അയാൾ എടുത്ത് മാറ്റുമായിരുന്നു. അതുപോലെ പ്രശ്നമില്ല. ധനവാനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പുറമെ വേറൊരു ലോകമില്ല. നല്ല ഭക്ഷണം, ചുവന്ന പട്ട്, മേൽത്തര വസ്ത്രങ്ങൾ, സ്വസ്ഥം, സുഖം, തന്റെ ഉള്ളിൽ മാത്രമാണ് എന്നും ധനവാൻ ജീവിച്ചത്. He was never ever ready to get out of himself. തന്നിൽ നിന്ന് പുറത്തു വരാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. So his sin was the sin of indifference. ഈ ലോകത്ത് എന്തൊക്കെ നടന്നാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും he was totally indifferent to them. എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്റെ മേൽക്കുള്ള കാര്യമല്ല, എന്നെ അഫക്ട് ചെയ്യുന്നില്ല. ഈ ഒരു പാപം എന്ന് വളരെ വളരെ സീരിയസ് ആണ്. നമ്മൾ കടന്നു പോകുന്ന വഴി ഒരു ആക്സിഡന്റ് നടന്നാൽ എന്നെ ബാധിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി, ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് വായിച്ചു എന്റെ അത് ഗാസയിൽ കലാപമുണ്ടായി, മനുഷ്യരുടെ ലിസ്റ്റ് നോക്കൂ, മലയാളികളായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ We are indifferent to this world.
We are talking different to this world. No. No. പണ്ട് കായൻ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരം പറയാണ് കർത്താവ്. ഞാനാണോ എൻ്റെ അയൽക്കാരൻ? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ അയൽക്കാരൻ? ഡെഫിനറ്റ്ലി യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് യുവർ ബ്രദറൻ. നീയാണ് നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ. നോ വൺ എൽസ്, നോ വൺ എൽസ്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഷുഡ് ബി അവർ പ്രൈമറി മോഡൽ. ജീസസ് ക്രൈസ്റ്റ്. വി ഷാൽ നെവർ ബി ഇൻഡിഫറെന്റ് ടു ദിസ് സൊസൈറ്റി. ഈ സമൂഹത്തോട് ഒരു തരത്തിലും നിസ്സംഗത പാലിക്കാൻ നമുക്ക് അവകാശമില്ല. വി ഷാൽ നെവർ ബി ഇൻഡിഫറെന്റ് ടു ദിസ് സൊസൈറ്റി. ഇൻ ദാറ്റ് മാനർ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പെർഫെക്റ്റ് മോഡൽ ഫോർ അവർ സോഷ്യൽ വർക്ക്, അവർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഈ അരമണിക്കൂർ നേരം കൊണ്ട്. ആദ്യം നമ്മൾ ധ്യാനിച്ചു യേശുവാണ് മാതൃക. ഇറ്റ്സ് ബിയോണ്ട് ഡിസ്പ്യൂട്ട്. ക്രിസ്തുവാണ് മാതൃക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പിന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത് യേശു എങ്ങനെയൊക്കെ നമുക്ക് മാതൃകയായിരിക്കുന്നു എന്നതാണ്. അതൊരു കടല് പോലെ വിശാലമാണ്. യേശു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദർശനങ്ങൾക്കും മാതൃകയാണ്. അതിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രമാണ് ഈ അരമണിക്കൂർ നേരം കൊണ്ട് നമ്മൾ കണ്ടെത്തിയത്. 1, ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പൂർണ്ണമായ മാതൃക ക്രിസ്തുവാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു എക്സസൈസ്, സ്പിരിച്വൽ എക്സസൈസ് ഉണ്ട്. വെറുതെ നമ്മൾ കേട്ടുപോയതുകൊണ്ട് കാര്യമില്ല. ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പൂർണ്ണമായ മാതൃക ക്രിസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞു. സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞിട്ടുള്ള പിതാവായ ദൈവത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഒരുപാട് ചിത്രങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ഒരു ചിത്രം, താലന്തുകളുടെ കഥയിൽ വേറൊരു ചിത്രം, 10 കന്യകമാരുടെ കഥയിൽ വേറൊരു ചിത്രം, ധൂർത്തപുത്രന്റെ കഥയിൽ വേറൊരു ചിത്രം. ഇങ്ങനെ പ്ലെന്റി ഓഫ് പിക്ചേഴ്സ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കണം. ക്ലിയർ? പുത്രൻ തമ്പുരാൻ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചിത്രം ഈ ദിവസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലൂക്കായുടെ സുവിശേഷം അധ്യായം 15, 11 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധൂർത്തപുത്രന്റെ പിതാവായ ദൈവത്തിന്റെ ചിത്രമാണ്. ഫോർ മീ പേഴ്സണലി അത് തന്നെയായിരിക്കണം. നിങ്ങൾക്ക് എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ചിത്രം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പുത്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാത്തിരിക്കുന്ന അപ്പന്റെ ചിത്രമാണ്. കുറ്റപ്പെടുത്താത്ത അപ്പന്റെ ചിത്രമാണ്. സ്നേഹം ദൂർത്തടിക്കുന്ന അപ്പന്റെ ചിത്രമാണ്. ഫോർ മീ പേഴ്സണലി. നിങ്ങൾക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാകാം. ചിലപ്പോൾ അത് തന്നെയാവാം. അങ്ങനെ ഒരെണ്ണം നമുക്ക് ഉണ്ടാകണം. ഏത് ഉറക്കത്തിൽ, ഏത് പൂണ്ട ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും നിങ്ങളുടെ പിതാവായ ദൈവം, നിങ്ങളുടെ ദൈവം ആരാണെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എൻ ആൻസർ ഫ്രം യുവർ ഹാർട്ട്, നോട്ട് ഫ്രം യുവർ ഇന്റലിജൻസ്. നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ ഒരു മറുപടി ഉണ്ടാകണം. ആരാണ് നിങ്ങളുടെ ദൈവത്തിന്? there should be an answer from your heart, not from your head. ഹൃദയത്തിൽ നിന്നൊരു മറുപടി ഉണ്ടാകണം. അതിന് സഹായകമാകുമെങ്കിൽ ഈ അരമണി നേരം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കാനും സംസാരിക്കാനും അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാകട്ടെ. ഈ പ്രപഞ്ചത്തിൽ എത്ര ഹീറോസ് വന്നാലും, 6 പാക്സും 12 പാക്സും ഫാമിലി പാക്സും വന്നാലും, we have only one hero, and that is Jesus Christ. We have one model, that is Jesus Christ. We have one Lord, that is Jesus Christ. Amen. Thank you. ഫാദർ സിജു കൊമ്പന് നന്ദി പ്രകാശിപ്പിക്കുന്നത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സെക്രട്ടറി സാറാമ്മ കോശിയെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അഖില മലങ്കര മർത്തമറിയ സമാജ സെക്രട്ടറി മേരി ടീച്ചർ, സമാജത്തിൻ്റെ ചുമതലക്കാര്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഈ അരമണിക്കൂർ കൊണ്ട് കേട്ടുകൊണ്ടിരുന്ന വചനം വളരെ ഹൃദ്യമായ ഭാഷയിൽ രസകരമായി നമ്മളോട് ആ ദൈവത്തിൻ്റെ ആഴമായ വചനങ്ങളെ അച്ഛൻ നമ്മളോട് സംസാരിച്ചു. എൻ്റെ തൊട്ട് പുറകിലിരുന്ന ഒരു സഹോദരി, അച്ഛൻ ഇനി ഒരു പോയിന്റ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്നൊന്ന് ശബ്ദിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. അയ്യോ, തീർന്നു പോവുകയാണോ, കുറേ സമയം കൂടി നമുക്കിത് കേൾക്കണമായിരുന്നു എന്ന ഒരു ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടായത്. ആ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നല്ല ഭാഷയിൽ, തൃശ്ശൂർ ഭാഷയാണെന്ന് പറഞ്ഞാലും വളരെ രസകരമായി ദൈവത്തിൻ്റെ ആഴമായ വചനങ്ങളെ നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട സിജു അച്ഛനോട് അഖില മലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ നാമത്തിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്